ഹലോ, വെൽക്കം ബാക്ക്. അപ്പം ഞാനിന്ന് എടുക്കുന്നത് ഒരു ഓൾട്ടർ നെക്കാണ്. ഓൾട്ടർ നെക്ക് എന്ന് പറയുമ്പോൾ സാധാ ഓൾട്ടർ നെക്കല്ല, അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു നെക്കാണ് ഞാൻ എടുക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം അത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് കേട്ടോ. ഇത് സാധനം സിമ്പിളാണ്, പക്ഷെ തയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ല എങ്കിൽ നമുക്ക് അത് ബുദ്ധിമുട്ടാണ് കേട്ടോ തയ്ക്കാൻ. അപ്പം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മളിപ്പോൾ ഒരു ചുരിദാറാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഫുൾ ലെങ്ത് എടുക്കുക. പിന്നെ ഫുൾ ഷോൾഡർ ആണെങ്കിൽ ഫുൾ ഷോൾഡർ കൊടുക്കുക. അത് ഷോൾഡർ എത്ര ആണോ എടുക്കുന്നത്, ഇപ്പൊ ഞാൻ എടുക്കുന്ന ഷോൾഡർ എന്ന് പറയുന്നത് 16 എടുക്കുന്നത്. അപ്പൊ നമ്മൾ ആ ഷോൾഡർ കൊടുക്കണം കേട്ടോ. ആ ഷോൾഡർ എത്ര ആണെങ്കിലും ഷോൾഡർ കൊടുക്കുക. ഷോൾഡർ കൊടുത്തതിന് ശേഷം നമ്മൾ തോൾ ചെരിവ് കൊടുക്കുന്നത് അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. 2 ഇഞ്ചാണ് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തതിന് ശേഷം ഇവിടുന്ന് താഴേക്ക് നമ്മളുടെ ആം ഹോൾ വരയ്ക്കണം. ആം ഹോൾ നമ്മൾ എടുക്കേണ്ടത് ചെസ്റ്റിന്റെ 6 എടുത്താൽ മതി കേട്ടോ. എത്ര ആണോ ചെസ്റ്റിന്റെ 6 ഇപ്പോൾ ചെസ്റ്റിന്റെ 6 എന്ന് പറയുമ്പോൾ 42 ചെസ്റ്റ് വരുമ്പോൾ എത്രയാണ് നമ്മൾ ചെസ്റ്റിന്റെ 42ന്റെ 6 എടുക്കുക കേട്ടോ. അത് നമ്മൾ താഴേക്ക് എടുത്തിട്ട് നമ്മളുടെ കറക്റ്റ് വണ്ണം ബാക്കി ചുരിദാർ എടുക്കുന്ന പോലെ തന്നെ അങ്ങനെ കറക്റ്റ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ബാക്കാണ് പറഞ്ഞത്. അപ്പോൾ ബാക്ക് എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തു. ഇനി നമ്മൾ എത്ര ആണോ കഴുത്തകലം എടുക്കുന്നത്, ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സാധാരണ ചെസ്റ്റിന്റെ 12 നമ്മൾ കഴുത്തകലം എടുക്കുന്നത് അല്ലേ. അപ്പൊ കഴുത്തകലം ഇതിൽ ഇത്തിരി കൂടെ വൈഡാക്കി എടുക്കണം, ഇല്ലെങ്കിൽ ഇതിങ്ങനെ കേറിയിരിക്കും. അപ്പൊ ഒരിത്തിരി വൈഡാക്കി എടുക്കണമെങ്കിൽ ഇപ്പൊ 8 ഇഞ്ച് ആയതുകൊണ്ട് ഷോൾഡർ 8, അതായത് 16ന്റെ പകുതി 8 ആയതുകൊണ്ട് ഞാൻ എടുക്കുന്ന 4 എടുക്കുന്നു. 4 അല്ല, നിങ്ങൾക്ക് 5 വേണമെങ്കിലും എടുക്കാം. അപ്പൊ ഇത്തിരി കൂടെ വിടർന്നിരിക്കും കേട്ടോ. 4 എടുക്കണമെങ്കിൽ 4 എടുക്കാം, 5 എടുക്കണമെങ്കിൽ 5 എടുക്കാം. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് അതിന്റെ ഗുണവും ദോഷവും മനസ്സിലാവുള്ളൂ കേട്ടോ. 4 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. ഈ 4 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം നേരെ താഴേക്ക് 1 ഇഞ്ച്, ഞാൻ ഇതിൽ വരച്ചു തരാം, എന്നാലേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. 1 ഇഞ്ച് നേരെ താഴേക്ക് കൊടുത്തു കണ്ടോ. എന്നിട്ട് ഈ ഷോൾഡർ സ്ലോപ്പിലേക്ക് ഇങ്ങനെ സ്ലോപ്പ് കൊടുത്തു. എന്നിട്ട് നമ്മുടെ ആം ഹോളും വരച്ചു. ഓക്കെ, അപ്പൊ ഞാൻ ബാക്ക് എടുക്കുകയാണ്, നമുക്ക് വരയ്ക്കാം. ആദ്യം നമുക്ക് വേണ്ട ആവശ്യമുള്ള ലെങ്ത് എടുത്തു. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള തുണി നമ്മൾ എടുത്തിട്ടു. ചുരിദാറിന് വേണ്ടുന്ന തുണി നമ്മൾ ബോട്ടം റൗണ്ട് കണക്കാക്കി എടുത്തിട്ടു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എത്ര ആണോ ഷോൾഡർ, ഏതളവിൽ തയ്ക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. അതോ ഏത് അളവിൽ തയ്ക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാനിപ്പോ എടുക്കുന്നത് 16 ഇഞ്ച് ഷോൾഡർ ഉള്ള ആളിന്റെയാണ്. അപ്പൊ 8 ഇഞ്ച്, ഹാഫ് എന്ന് പറയുന്നത് 8 ഇഞ്ച്. ഞാനിപ്പോ എടുക്കുന്നത് ബാക്കാണ് കേട്ടോ, ബാക്ക്. അപ്പോൾ 8 ഇഞ്ചാണ് അടയാളപ്പെടുത്തുക. ഞാൻ 8 ഇഞ്ച് അടയാളപ്പെടുത്തി. ഓക്കെ, എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഈ ഷോൾഡർ സ്ലോപ്പ് വരാൻ വേണ്ടി ഷോൾഡർ സ്ലോപ്പിന് 2 ഇഞ്ച് കൊടുക്കുക. നമ്മൾ സ്ലോപ്പിന് വേണ്ടിയിട്ട് ഞാൻ 2 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് കഴുത്തകലം എത്ര ആണോ അത് അടയാളപ്പെടുത്തുക. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 എടുക്കാം, 5 എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 5 എടുക്കാം, അതിന് കുഴപ്പമില്ല. 5 ഇഞ്ച് കഴുത്തകലം 5 കഴുത്തകലം എടുത്തതിന് ശേഷം മറ്റ് സാധാരണ നമ്മൾ ചെസ്റ്റിന്റെ 12 എടുക്കും, അല്ലെങ്കിൽ അതിന്റെ കൂടെ 1/2 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കും. ഇത് അങ്ങനല്ല, നമുക്ക് കൂടുതൽ വൈഡാക്കി എടുത്താൽ മാത്രമേ ഇതിങ്ങനെ കയറി നല്ല ഭംഗിയിലിരിക്കുന്നതാണ്. തയ്ച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ നമ്മൾ 5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം, അപ്പൊ ബാക്കിൽ എടുത്തേക്കുന്നത് 5 ഇഞ്ചാണ് കഴുത്തകലം. അപ്പൊ നമ്മൾ അതിനെടുത്തതിന് ശേഷം നമ്മൾ 1 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ. 1 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ഷോൾഡർ സ്ലോപ്പ് ഈ 2 ഇഞ്ചിലേക്ക് സ്ലോപ്പ് കൊടുക്കുക. ഓക്കെ, കണ്ടല്ലോ. അപ്പൊ കഴുത്തകലം അടയാളപ്പെടുത്തി, ഇത് തോൾവീതിയാണ്. ഇനി ആം ഹോള്, അതായത് കൈക്കുഴി താഴ്ച അടയാളപ്പെടുത്തുന്നത് ഇവിടുന്ന് ചെസ്റ്റിന്റെ 1/6, നമ്മുടെ ചെസ്റ്റ് എത്ര ആണോ അതിന്റെ 1/6 അടയാളപ്പെടുത്തുക കേട്ടോ. 1/6 പറയുമ്പോൾ
ഇതിൽ വരുന്നത്, അതായത് ഇതിൽ ഒരു 42 ചെസ്റ്റ് ഒക്കെ ആണെങ്കിൽ വരുന്നത് 7 ഇഞ്ചാണ്. അപ്പൊ ഞാൻ 7 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇപ്പൊ 8 തന്നെ വേണമെങ്കിൽ ഇവിടുന്ന് താഴേക്ക് 8 എടുക്കാം. വണ്ണമുള്ളവരൊക്കെ ആണ്, കൈക്ക് ബുദ്ധിമുട്ട് ശരിക്കും തടിയുള്ളവരാണെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. ഷോൾഡർ എത്ര എടുത്തോ അത് തന്നെ ഈ 2 ഇഞ്ച് കഴിഞ്ഞിട്ട് എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്താലും മതി കേട്ടോ. ഈ 2 മെത്തേഡ് ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അതെടുക്കാം. നിങ്ങൾക്ക് ആപ്റ്റ് ആവണത് എടുക്കാം. അതായത് ഓരോരുത്തരുടെ വണ്ണം അനുസരിച്ചാണ് നമ്മൾ എപ്പോഴും ആം ഹോളിൽ വ്യത്യാസം വരുത്തുന്നത്. അതുകൊണ്ടാണ് 2 മെത്തേഡും പറഞ്ഞു തരുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടുന്ന നമ്മുടെ വണ്ണം കറക്റ്റ് വണ്ണം എടുത്തു. അവിടുന്ന് നമ്മളിങ്ങനെ ഇതിനെ ഷെയ്പ്പ് ചെയ്തു കൊടുത്തു. ഓക്കെ, നമുക്ക് ചുരിദാറിൻ്റെ ഞാൻ ചുരിദാർ എടുക്കുന്ന കാണിച്ചു തരുന്നില്ല, നമ്മൾ ആ മെത്തേഡിൽ എടുത്തു. ഓക്കെ, അപ്പം നമ്മൾ ബാക്കാണ് എടുത്തത്. അപ്പോൾ ആം ഹോള് ഇങ്ങനെ വരുന്നുള്ളൂ. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. ഫുൾ ഷോൾഡർ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴുത്തകലം എടുത്തത് 5 ഇഞ്ചാണ്. 4 എടുക്കാം, അല്ല 5 എടുക്കാം. അവിടുന്ന് 1 ഇഞ്ച് നേരെ താഴ്ത്തി. ഇവിടെ നമ്മൾ 2 ഇഞ്ചാണ് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തത്. ആ 1 ഇഞ്ചിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് ഷോൾഡർ സ്ലോപ്പിലേക്ക് വരച്ചു. അത് കഴിഞ്ഞ് ആ ഷോൾഡർ സ്ലോപ്പിന്റെ അവിടെ നിന്ന് നമ്മൾ ചെസ്റ്റിന്റെ ആറിലൊന്ന് കാണുക കേട്ടോ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കൊടുത്ത 8 ഇഞ്ച് തന്നെ നേരെ താഴേക്ക് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മള് ബാക്കിൽ വരച്ചത്. ഇനി അടുത്തത് നമുക്ക് ഫ്രണ്ട് ആണ് എടുക്കേണ്ടത്. അപ്പൊ ബാക്ക് നമ്മൾ വെട്ടിക്കഴിഞ്ഞു, അത് മാറ്റി വെക്കുക. ഇതേപോലെ തന്നെ നമ്മൾ 8 ഇഞ്ച് നമ്മൾ ഷോൾഡർ എടുത്തതിന് ശേഷം 2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് അടയാളപ്പെടുത്തുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആം ഹോള് ചെസ്റ്റിന്റെ 6 എടുക്കുക. ഏതാണോ ചെസ്റ്റ് അതിന്റെ 6 എടുക്കുക. അപ്പൊ നമുക്ക് 7 കിട്ടി. വണ്ണം അടയാളപ്പെടുത്തി. അതിനുശേഷം നമ്മൾ കഴുത്തകലം മറ്റേതിന് 5 നമ്മൾ എടുത്തേക്കുന്നത്. അപ്പൊ ആ 5 മാർക്ക് ചെയ്യാം. കണ്ടോ? മാർക്ക് ചെയ്തതിന് ശേഷം ഈ 5 നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. ആ മാർക്ക് ചെയ്തതിന് ശേഷം 1 ഇഞ്ച് കണ്ടോ, ഈ 1 ഇഞ്ച് ഇവിടെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. മനസ്സിലായോ? ഇവിടെ നമ്മൾ 5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതിന്റെ ഇപ്പുറത്തേക്ക്, അപ്പുറത്തോട്ടല്ല ഇപ്പുറത്തേക്ക്, അതായത് കഴുത്തിന്റെ അകത്തേക്ക് നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷമാണ് നമ്മൾ എത്രയാണോ നമുക്ക് നെക്ക് വേണ്ടത് ആ നെക്ക് അടയാളപ്പെടുത്തി വരയ്ക്കാം. ഇപ്പൊ നെക്ക് നമുക്ക് ഏത് നെക്ക് വേണം, ഇത് സ്വാഭാവികമായിട്ട് ഇതിന് ചെയ്യുന്നത് വി നെക്കാണ്. ഞാൻ 8 ഇഞ്ചാണ് ചെയ്യുന്നത്. ആ വി നെക്ക് നമുക്ക് വൈഡാക്കി ഇങ്ങനെ കൊടുക്കാം. വൈഡാക്കി ചെയ്യാം, അതല്ലെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിങ്ങൾ ഓപ്പൺ ഇട്ട് കൊടുത്ത് പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് ബട്ടണൊക്കെ വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇത് എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ആ 1 ഇഞ്ച് താഴ്ത്തി, ഇവിടെ നമ്മൾ 1 ഇഞ്ച് എടുത്തു, ഇവിടുന്ന് 1 ഇഞ്ച് താഴ്ത്തി കൊടുത്തിട്ട് ആ സ്ലോപ്പിലേക്ക് കൊടുത്തു. കണ്ടോ? ഇത് വളരെ ശ്രദ്ധിക്കേണ്ട സാധനമാണ്. അതായത് കഴുത്തകല 5 എടുത്തു, ഇവിടെ നിന്ന് നമ്മൾ 1 ഇഞ്ച് കൊടുത്തു, ഇവിടുന്ന് 1 ഇഞ്ച് താഴ്ത്തി നേരെ ഇങ്ങോട്ടേക്ക് വരച്ചു. അതിനുശേഷം നമ്മൾ ഈ ഹോൾട്ടർ നെക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ്, അറിയാലോ അത്. അതായത് ഇതിന്റെ സെന്റർ കാണുക. സെന്റർ കണ്ടതിന് ശേഷം നമ്മൾ അവിടുന്ന് മുക്കാലെടുത്തു, അവിടുന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു. ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ കൂടുതൽ അത് പറയാത്തത്. നമുക്ക് ഈ നെക്ക് മാത്രം നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ ഈ നെക്ക് ഇതാണ് ഇത് നമുക്ക് വി നെക്കായിട്ട് എടുക്കാം. നമുക്ക് ഇങ്ങനെ പൈപ്പിംഗ് വേണമെങ്കിൽ ഇങ്ങനെ കൊടുത്തിട്ട് പൈപ്പിംഗ് ആയിട്ട് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് ചെയ്യാം. ഞാനിത് ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാൻ പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്യണത്.
ഇത് കണ്ടോ, ഇതാണ് ഫ്രണ്ട് പീസ് വരുന്നത്, ഇത് ബാക്ക് പീസ്. ഇത് നമ്മൾ ജോയിൻ ചെയ്യുന്നത് ഇതുണ്ടോ, ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇങ്ങനെ അടിക്കുക, കണ്ടോ, ഇങ്ങനെ അടിച്ചിട്ട് ഇവിടുന്ന് ഇതിങ്ങനെ അടിക്കുക, ഇവിടുന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് ഇങ്ങോട്ടേക്ക് അടിക്കുക കേട്ടോ. ഇതും അതുപോലെ തന്നെ ഇങ്ങനെ അടിച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ കുത്തി നിർത്തുക, ഇങ്ങോട്ടേക്ക് അടിക്കുക. ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നീറ്റായിട്ട് അത് ചെയ്യാൻ സാധിക്കും. ഇത് നമ്മൾ തയ്ച്ച് കഴിഞ്ഞ ഒരു ടോപ്പാണ്. നോക്കിയാൽ ഞാനിതിൽ ഫ്രണ്ടിൽ വേറെ പീസ് വെച്ചേക്കാണ്. ഇവിടെ പൈപ്പിംഗ് ഒക്കെ കൊടുത്താണ് തയ്ച്ചേക്കണം കണ്ടോ. അതായത് ഇത് തയ്ക്കുന്ന നോക്കി ഈ പീസ് കണ്ടോ, ഇതിങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് ചെയ്തേക്കണത് കണ്ടോ. ഇതിന്റെ ബോട്ടം ഇതാണ്. അപ്പൊ വേറെ ടോപ്പ് ഇവിടെ ഒരു പീസ് കൊടുത്തിട്ട് ഇതേപോലെ നെക്ക് ഡിസൈൻ ചെയ്തേക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഇത് ഇടുമ്പോൾ ഇങ്ങനെ ഇരിക്കും കണ്ടോ, കോളറ് നമ്മൾ കോളർ വെച്ചതുപോലെ തന്നെ ഇരിക്കും. ഒരു നല്ല മോഡലാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും തയ്ച്ചു നോക്കുക. കണ്ടോ, നല്ല ഭംഗിയാണ്, നല്ല ഭംഗിയുള്ള ഒരു കോളറ്. അധികം പ്രയാസം ഇല്ലാതെ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാം. ഓക്കെ, തയ്ക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ, ബൈ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം.